ഈ സിനിമയെ കൊണ്ടുപോകുന്നൊരു വിജയൻ ജോർജ് സാർ എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട് ഇവിടെ. സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് അഭിനയിക്കുന്ന ജോർജ് സാറ്. ആ ജോർജ് സാർ എന്നുള്ള കഥാപാത്രം ഇവിടെ മലയാള സിനിമയിലെ വലിയ പരസ്യ സംവിധായകനായിരുന്ന ഒരാളാണ് പ്രകാശ് വർമ്മ. ആ പ്രകാശ് വർമ്മയാണ് ജോർജ് സാറായിട്ട് അഭിനയിച്ചത്. നമ്മൾ സത്യത്തിൽ ഞെട്ടിപ്പോയി. ഞാനൊക്കെ ആദ്യം ഈ ഷോലെ കണ്ടപ്പോൾ അംജിത് ഖാനെ മറ്റെന്തെല്ലാം നിറയെ ആർട്ടിസ്റ്റ് ഉണ്ടതിൽ, വമ്പൻ സിനിമയാണ്. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് പോലും നമ്മൾ അമിതാഭ് ബച്ചനെ മറന്നാലും മറ്റു ഹേമമാലിനെ മറന്നാലും മറ്റാരെ മറന്നാലും നമ്മൾ അംജിത് ഖാനെ മറക്കുമോ? ആ വില്ലനെ ആ ഒരു ചിരി ഡയലോഗ് മാത്രം മതിയില്ലേ വലിയ എന്ന പോലെ തന്നെയാണ് ഇങ്ങനെ ഒരു നടനെ, ഇങ്ങനൊരു വില്ലനെ നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തന്ന സംവിധായകനാണോ നിർമ്മാതാവോ ആരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആരായാലും അവർക്കൊരു ക്ലാപ്സ് കൊടുത്തേ മതിയാവൂ. കാരണം ഇനി ഇവിടെ മുതൽ മലയാള സിനിമയിലെ ഒരു അവിഭാജ്യ ഘടകമായി വരുന്നത് ഈ ജോർജ് സാറായി അഭിനയിച്ച പ്രകാശ് വർമ്മയാണ് എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഇതിൽ മോഹൻലാലാണോ നന്നായിരിക്കുന്നത്, പ്രകാശ് വർമ്മയാണോ നന്നായിരിക്കുന്നത്? ഈ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം. വില്ലൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം എന്നൊരു മുഖവര നമുക്ക് വേണ്ട. ഇങ്ങനെയും വില്ലനാവാം, അത് തെളിയിച്ചു കഴിഞ്ഞു.